പ്രാഗിക്കൊണ്ട് ശാപവാക്കുകളുമായി ഒരാൾക്ക് ജന്മദിനം ആശംസിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമല്ലേ? ഇത് നിന്റെയൊക്കെ ഒടുക്കത്തെ ജന്മദിനമാവട്ടെ എന്ന് ആർക്കെങ്കിലും ജന്മദിനം നേരുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേട്ടോ. ഇങ്ങനെ ജന്മദിനം മറ്റൊരു കൂട്ടർക്ക് നേർന്നിരിക്കുന്നത് നിസ്സാരക്കാരൊന്നുമല്ല. ശാസ്ത്ര സാങ്കേതിക കാര്യക്ഷമത കൊണ്ട് ലോകത്തെ 1-ാം നമ്പർ സൈനികരെന്ന് വീമ്പിളക്കിയിരുന്ന ഇസ്രായേലിൻ്റെതാണ് ഈ ആശംസ. ആർക്കാണെന്നറിയണ്ടേ? കഴിഞ്ഞ 70 ദിവസമായി ലോകത്ത് കിട്ടാവുന്ന സകല നശീകരണ ബോംബുകളും ആയുധങ്ങളും ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്ന ഫലസ്തീനികളുടെ ഒരു കൊച്ചു പോരാട്ട സംഘടനയായ ഹമാസിനോടാണ് ഇസ്രായേലിൻ്റെ ഈ ശാപപ്രാർത്ഥന. ഡിസംബർ 15 ഇന്നലെ ഹമാസിൻ്റെ 36-ാം സ്ഥാപക ദിനത്തിലാണ് ഏറെ നിരാശയും സങ്കടവും ഭയവും നിറഞ്ഞൊരു ജന്മദിനാശംസ ഇത്രയും വലിയൊരു രാജ്യം കൊച്ചുകുട്ടികളെപ്പോലെ മുഴക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നു തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇസ്രായേൽ എത്രമാത്രം പരാജയഭീതിയും നിരാശയും പൂണ്ടിരിക്കുന്നുവെന്ന്. കരയുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ കരുത്തരായ സൈനിക തലവന്മാരെയൊക്കെയാണ് ഹമാസ് ഇപ്പോൾ യമലോകത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കുടത്തിൽ തലയിട്ട നായയുടെ അവസ്ഥ കണ്ടിട്ടില്ലേ? അതേപോലെയാണ് ഇസ്രായേൽ എന്ന സയനിസ്റ്റ് ഭീകരരാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുമ്പോഴും എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നും ഏത് രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്നുമുള്ള ഒരു തുമ്പും പിടിയുമില്ലാത്ത അവസ്ഥയിലാണ് സയനിസ്റ്റ് ഭീകരർ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കാമെങ്കിൽ വീണ്ടും വെടിനിർത്തലാവാമെന്ന ആവശ്യവുമായി ഇസ്രായേൽ ഇടനിലക്കാരായ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും പിറകെ കൂടിയിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. എന്നാൽ ഗസ ഇസ്രായേലി സൈനികരുടെ ശവപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും എത്ര ദീർഘമായ യുദ്ധത്തിനും തങ്ങൾ തയ്യാറെടുത്തുകൊണ്ടാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നതെന്നുമുള്ള ഹമാസ് നേതാവ് ഖാലിദ് മിഷ്അൽ ഇന്നലെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ ജനങ്ങളെല്ലാം സ്വസ്ഥമായി ഉറങ്ങുന്നത് മൊസാദ് അടക്കമുള്ള തങ്ങളുടെ ചാരസംഘടനകളുടെയും ചാരശൃംഖലകളുടെയും ടെക്നോളജിയുടെയും ഗുണഫലമാണെന്ന സയനിസ്റ്റ് രാജ്യത്തിൻ്റെ വീമ്പിളക്കൽ കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസിൻ്റെ അപ്രതീക്ഷിത അക്രമത്തിലൂടെ തവിടുപൊടിയാവുകയും ലോക ജനതയെ സുഖമായി ഉറക്കിക്കിടത്താൻ നടന്നിരുന്ന ഈ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ ഉറക്കം അന്നു മുതൽ നഷ്ടപ്പെടുകയുമാണ് ചെയ്തത്. കൂടാതെ കരയാക്രമണം ആരംഭിച്ചതു മുതൽ ഇന്നേ വരെ വൻതോതിലാണ് ഇസ്രായേൽ സൈന്യത്തിന് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസവും ഡസൻ കണക്കിന് ശവപ്പെട്ടികളുമായി സൈനിക ഹെലികോപ്റ്ററുകൾ ടെല്ലവീവിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 1000-ൽ താഴെ സൈനികരുടെ മരണം മാത്രമാണ് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതെങ്കിലും കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം 3000-ഓളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായും 5000-ഓളം സൈനികർ ജെറുസലേമിലെയും ടെല്ലവീവിലെയും ആശുപത്രികളിൽ ഗുരുതര പരിക്കുകളുമായി കഴിയുന്നുവെന്നുമാണ് ഇസ്രായേലിൽ നിന്ന് പോലും വാർത്തകൾ പുറത്തുവരുന്നത്. ഇതിനിടെ ഹമാസ് നേതാക്കളെ കണ്ടെത്തി നൽകുന്നവർക്ക് വൻതുക പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ഇസ്രായേൽ വിതറിയ ലഘുലേഖകളിലെ പരാമർശത്തിന് വൻ ട്രോളുകളാണ് പ്രചരിക്കുന്നത്. ഹമാസിൻ്റെ ശക്തി മുഴുവൻ ഗസയിൽ തങ്ങൾ ഇല്ലാതാക്കിയെന്നും ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ശക്തി പോലും ഇപ്പോൾ ഹമാസിനില്ലെന്നുമുള്ള ലഘുലേഖയിലെ പരാമർശത്തിന് ചുട്ട മറുപടിയാണ് ഹമാസ് നൽകിയത്. തങ്ങൾക്ക് ബ്രെഡ് പൊരിക്കാനുള്ള സമയമില്ലെന്നും തങ്ങളിപ്പോൾ ഇസ്രായേലിൻ്റെ മെർക്കാവോ ടാങ്കുകൾ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുമാണ് ഹമാസ് ഇതിന് മറുപടി നൽകിയത്. ഇസ്രായേലി ടാങ്കുകൾ കത്തുന്ന ചിത്രങ്ങൾ സഹിതമുള്ള ഹമാസിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഹിറ്റായിരിക്കുന്നത്. യുദ്ധമുഖത്തുള്ള ഇസ്രായേൽ പട്ടാളം പേടിച്ച് അപ്പിയിടുന്നത് കൊണ്ട് ഡയപ്പർ ധരിച്ചാണ് തങ്ങൾക്ക് മുന്നിൽ അവർ വന്നു പെടുന്നതെന്ന ഹമാസ് നേതാവ് അബു ഉബൈദയുടെ പ്രസ്താവനയും വൈറലായിരുന്നു. IDF എന്ന ഇസ്രായേൽ സൈന്യത്തെ ഇസ്രായേലി ഡയപ്പർ ഫോഴ്സ് എന്നാണ് ഇതിനുശേഷം ട്രോളുകളിൽ നിറയുന്ന പരിഹാസനാമം.